സംസ്ഥാനത്ത് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് വരുന്നു എന്നുള്ള വാർത്തയുമായി സുനിഷ എത്തുന്നു. വീണ്ടും കഴിഞ്ഞ വേനൽക്കാലത്തേതിന് സമാനമായി ഇത്തവണയും വൈദ്യുതി നിയന്ത്രണം വേണ്ടിവരുമെന്നാണ് KSEBയുടെ വിലയിരുത്തൽ. വർദ്ധിച്ച ആവശ്യം കണക്കിലെടുത്ത് വൈദ്യുതി കടത്തിവിടാൻ നിലവിലെ സംവിധാനങ്ങൾക്ക് കഴിയാത്തതിനാലാണ് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് വേണ്ടിവരുന്നത്. സുനിഷ അയലൂർ നമുക്കൊപ്പം. സുനിഷ അയലൂർ, ഗുഡ് ഈവനിംഗ് വൺസ് അഗെയിൻ. ഇപ്പോൾ ഈ നിയന്ത്രണത്തിലേക്ക് പോകുമ്പോൾ പരീക്ഷാ കാലമാണ് എന്നതുകൂടി നമ്മുടെ മുന്നിലുണ്ടല്ലോ. സുജയ, നിയന്ത്രണത്തിലേക്ക് പോകുമോ എന്നുള്ളതിൽ ഒരു ഉറപ്പ് വന്നിട്ടില്ല. പക്ഷേ അത്തരത്തിലുള്ള സാഹചര്യം വേണ്ടി വന്നേക്കും എന്നത് തന്നെയാണ് KSEB കണക്ക് കൂട്ടുന്നത് എന്നതാണ് അതിൽ പ്രധാനമായും പറയാനുള്ളത്. വേനൽക്കാലം ആകുമ്പോൾ തന്നെ നമുക്ക് ടെൻഷനാണ്. ഈ പറഞ്ഞതുപോലെ കറണ്ടിന്റെ ഉപയോഗം കൂടും, അതുകൊണ്ട് തന്നെ ലോഡ് ഷെഡിംഗ് ഉണ്ടാകുന്ന സാഹചര്യം വരും. അങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയമുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണയും ലോഡ് ഷെഡിംഗ് ഒഴിവാക്കിക്കൊണ്ട് തന്നെയായിരുന്നു KSEB തീരുമാനമെടുത്തിരുന്നത്. പക്ഷേ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഉണ്ടാകുന്നു എന്നതാണ്. അതായത് ചില സമയങ്ങളിൽ ചില ഏരിയകളിൽ കറണ്ട് പോകുന്ന സ്ഥിതിയൊക്കെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. അങ്ങനെ KSEB ഓഫീസിലേക്ക് ഈ തടിച്ചു കയറുന്ന ഒരു സാഹചര്യം, അങ്ങനെ അക്രമാസക്തമാകുന്ന സ്ഥിതി, അങ്ങനെയൊക്കെ തന്നെയും കഴിഞ്ഞ സമയങ്ങളിലൊക്കെ നമ്മൾ കാണുകയും ചെയ്തതാണ്. പക്ഷേ ഇത്തരമൊരു സാഹചര്യം നോക്കുമ്പോൾ ഇനിയും വേനൽക്കാലം കടുക്കുകയാണ്. കടുത്ത വേനൽ വരുമ്പോൾ സ്വാഭാവികമായും വൈദ്യുതിക്കുള്ള ആവശ്യക്കാർ ഏറും. അങ്ങനെ ആവശ്യം കൂടുമ്പോൾ ഈ ട്രാൻസ്ഫോമറുകൾ അടിച്ചു പോകാനുള്ള സാധ്യത അത് വളരെയേറെയാണ് എന്നതാണ് KSEB വിലയിരുത്തുകയും ചെയ്യുന്നത്. പ്രധാനമായും കഴിഞ്ഞ തവണയൊക്കെ തന്നെയും ഈ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് വന്നത് ഇങ്ങനെ ട്രാൻസ്ഫോമറുകൾ അടിച്ചു പോകുന്ന ഒരു പശ്ചാത്തലത്തിലായിരുന്നു. ഉടൻ പെട്ടെന്നൊരു വലിയ അളവിൽ വൈദ്യുതി കടന്നു പോകുമ്പോൾ അത് ലോഡ് ഷെഡിംഗ്, ഈ ട്രാൻസ്ഫോമറുകൾ അടിച്ചു പോകുന്നു, അങ്ങനെ ലോഡ് ഷെഡിംഗ് ഉണ്ടാകുന്നു എന്നതാണ്. അത് പിന്നീട് ശരിയാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അതിന് കുറച്ച് സമയമെടുക്കുന്നു എന്നതായിരുന്നു നേരത്തെ തന്നെ കണ്ടിരുന്നത്. അത് ഇത്തവണയും ഉണ്ടാകും എന്നുള്ളത് ഇത്തവണയും വൈദ്യുതി നിയന്ത്രണം വേണ്ടി വന്നേക്കും എന്നുള്ളതാണ്. അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങിനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ തെളിയുന്നത്.